നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ ഏവരെയും ഈ സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ദൗത്യമാണ് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വർണ്ണോത്സവം 2024 എന്ന പേരിൽ ബാലസൗഹൃദ കേരളം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് നാം ഈ വർഷത്തെ ശിശുദിനാഘോഷം കൊണ്ടാടുന്നത്. ഇന്ന് നവംബർ 14. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളേറെ സ്നേഹിച്ചിരുന്ന ആ മഹാത്മാവിന്റെ ജന്മദിനം എന്ന സുദിനത്തിലാണ് നാം ഓരോരുത്തരും ഈ നിമിഷം നിൽക്കുന്നത്. ഈ വർഷം അദ്ദേഹത്തിന്റെ 135ാമത് ജന്മദിന ആഘോഷമാണ്. എന്നാൽ ചാച്ചാജിക്ക് എങ്ങനെ കുട്ടികളെ ആകർഷിക്കാൻ കഴിഞ്ഞു? ഏതൊരു മനുഷ്യൻ വളർന്നാലും മൂത്തും മുരടിച്ചാലും ഒരു ശിശു അവനിലുണ്ട് എന്ന ഓർമ്മ. അതെ, ചാച്ചാജിയുടെ ദൃശ്യം ദർശിക്കുമ്പോൾ തന്നെ നാം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു റോസാ പുഷ്പം ദർശിക്കാറുണ്ട്. ആ പുഷ്പത്തെ പോലെ തന്നെ സൗന്ദര്യവും സൗകുമാര്യവും നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സദാ പുഞ്ചിരിക്കുന്ന മുഖം അദ്ദേഹത്തെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കി. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ മഹാത്മാവ്. ശിശുക്കളെ സ്നേഹിച്ചവന്റെ ജന്മദിനത്തിന് ശിശുദിനമെന്നല്ലാതെ മറ്റെന്ത് വിശേഷണം? ഇനി ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി തന്നെ ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്ത ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ് എന്നവരെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട MLA ശ്രീ P. ബാലചന്ദ്രൻ എന്നവരെ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് VS എന്നവരെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നവരെ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS എന്നവരെ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി AK എന്നിവരെ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അസിസ്റ്റന്റ് ഡയറക്ടർ LSGD ആൻസൺ ജോസഫ് KV എന്നിവരെ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൻസാർ എന്നിവരെ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി AEO ബിജു എന്നിവരെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ശിശുക്ഷേമ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ MK പശുപതി മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ഭാനുമതി ടീച്ചർ അടക്കം ശിശുക്ഷേമ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഈ റാലിയിൽ പങ്കെടുത്ത NCC SPC അടക്കമുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെയും ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം നേരുന്നു. അടുത്തതായി ഏവർക്കും ഈ സുദിനത്തിലേക്ക് ലഘുഭക്ഷണം തയ്യാറാക്കി തന്ന തൃശൂർ കോർപ്പറേഷന്റെയും എലൈറ്റ് ഫുഡിന്റെയും ഭാരവാഹികളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഈ സുദിനത്തിൽ ചാച്ചാജിയായി തിരഞ്ഞെടുക്കപ്പെട്ട ദക്ഷിണയെയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മേഘ സൂസൻ പോളിനെയും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അതിഥി അരുണിനെയും വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ വിജയികളെയും എല്ലാവരെയും പ്രിയപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ,